സിപ്ലൈൻ പദ്ധതിയിലുള്ള ചില രാഷ്ട്രീയ തർക്കങ്ങളൊക്കെ ഉണ്ട്. രാഷ്ട്രീയ തർക്കം എന്ന് പറഞ്ഞാൽ അതിൽ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക ഓൾറെഡി ഇപ്പോൾ CPM തന്നെ PP ചിത്രരഞ്ജൻ അടക്കമുള്ളവർ അതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരുന്നു. ഇപ്പോൾ TJ ആഞ്ചലോസ് മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ ആശങ്കകൾ അറിയിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികൾ വികസനത്തിന് വിരുദ്ധരല്ല, പക്ഷേ ഇത് ഗുജറാത്തിലടക്കം ഇത് വയബിൾ ആയിരുന്നില്ല, അല്ലെങ്കിൽ ഇത് ലാഭകരമല്ല എന്ന് കണ്ടത് ആരും ഏറ്റെടുക്കാൻ തയ്യാറായില്ല തുടങ്ങിയ ചില കാര്യങ്ങൾ പങ്കുവെക്കുകയാണ്. എന്തായാലും സീപ്ലൈൻ പദ്ധതിയെ പറ്റിയുള്ള ചർച്ചകൾ കൂടുതൽ സജീവമാകുന്നുണ്ടല്ലേ? അതെ, അഖിൽ ഷാ അൻസാറാണ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. അഖിൽ ഷാ, വെരി 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 ഗുഡ് മോർണിംഗ്. എപ്പോഴും പറയാറുള്ളതാണ്, ഒരു വികസനം വരുമ്പോൾ മറുവശത്ത് അതിന്റെ അനന്തര ഫലങ്ങൾ അനുഭവിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പോൾ ഇതൊരു ബാലൻസ്ഡ് ആകണമെന്ന അഭിപ്രായം പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇതുപോലെ ഭരണകക്ഷിയുടെ ഭാഗമായ പാർട്ടിയിൽ നിന്നാണ് ഇത്തരത്തിൽ ജനയുഗത്തിൽ TJ ആഞ്ചലോസിന്റെ ഒരു റൈറ്റപ്പ് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിലെ ആവശ്യങ്ങൾ? ഏത് രീതിയിൽ പരിഹരിക്കപ്പെടാനാകുമെന്ന നിർദ്ദേശങ്ങളുണ്ടോ? ക്രിസ്റ്റീന, ഹാഷ്മി, ഗുഡ് മോർണിംഗ്. നമുക്കറിയുന്നത് പോലെ തന്നെ സംസ്ഥാന സർക്കാർ വളരെ അഭിമാനകരമായി തന്നെ കൊണ്ടുവന്നൊരു പദ്ധതി സീപ്ലൈൻ, അത് പൂർണ്ണമായി നടപ്പാക്കുന്നതിന്റെ എല്ലാ ഒരുക്കങ്ങളും സംസ്ഥാന സർക്കാർ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. അതിനിടെയാണ് ഈ ഭരണകക്ഷിയിൽ തന്നെയുള്ള CPI ഇതിനെതിരെ വലിയ വിമർശനം ഉയർത്തിയതിൽ ഏറ്റവും പ്രധാനമായും മത്സ്യത്തൊഴിലാളികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവരുടെ ആശങ്ക തുടങ്ങിയത് കഴിഞ്ഞ കുറച്ച് ദിവസമായി തന്നെ ചർച്ചയിലുണ്ട്. CPI അതിനെ എതിർക്കുന്നുമുണ്ട്. അത്തരത്തിലാണ് ഇപ്പോൾ TJ ആഞ്ചലോസിന്റെ CPI നേതാവ് TJ ആഞ്ചലോസിന്റെ ഒരു ലേഖനവും ജനയുഗത്തിൽ ഇന്നിപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായും അദ്ദേഹം പറയുന്നത് ഗുജറാത്തിലടക്കം ഈ പറയുന്ന സീപ്ലൈൻ പദ്ധതി ഏർപ്പെടുത്തുകയും അത് ലാഭകരമല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അത് ഒഴിവാക്കുകയും ചെയ്തൊരു പദ്ധതിയാണ്. ഏതെങ്കിലും തരത്തിൽ ടൂറിസം മേഖലയുടെ ഉണർവിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയെ CPIയോ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളോ എതിർക്കുന്നില്ല എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. പകരം ഇത് അഷ്ടമുടി കായലിലോ അല്ലെങ്കിൽ വേമ്പനാട് കായലിലോ ഇതുമായി ബന്ധപ്പെട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ വലിയ ആശങ്കയിലാണ്. കാര്യം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡോം ഉണ്ടാക്കുന്ന സമയത്ത് ആ പ്രദേശത്താകെ മത്സ്യബന്ധനം നിരോധിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതോടൊപ്പം തന്നെ ഇത് കാരണമുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, മാലിന്യ പ്രശ്നങ്ങൾ തുടങ്ങിയ നിരവധി ആശങ്ക മത്സ്യത്തൊഴിലാളികൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ CPI ഇത് വേമ്പനാട് കായലിലും അതുപോലെ തന്നെ അഷ്ടമുടി കായലിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സർവീസ് നടത്തുന്നതിനെ എതിർക്കുന്നുണ്ട്. അത് ഇനിയും തുടരും. ആ നിലപാടിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല എന്നുള്ള കാര്യവും ഈ ലേഖനത്തിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മറിച്ച് ഈ പറയുന്ന മാട്ടുപ്പെട്ടി ഡാമിലേക്കും അതുപോലെ തന്നെ ടൂറിസം രംഗത്തെ മറ്റേതെങ്കിലും വനപ്രദേശങ്ങളിലൊക്കെ ഈ പദ്ധതി നടത്തുന്നതിനെ ഒരു തരത്തിലും അതിനെ എതിർക്കുന്നില്ല എന്നുള്ള കാര്യവും, തൊഴിലാളികൾ അതിനെ എതിർക്കുന്നില്ല എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ശരി, അഖിൽ ഷാ അൻസാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ ഒരുപാട് പ്രേക്ഷകർ കമന്റ്സ് പറയുന്നുണ്ട്. മിൻചേച്ചി പറയാണ് ഇഡ്ഡലിയുടെയും മുട്ടക്കറിയുടെയും സാമ്പാറിന്റെയും വേണം. അപ്പൊ ഇഡ്ഡലിയും മുട്ടക്കറിയാണ് അവിടെ ഉണ്ടാക്കുന്നത്. ഇഡ്ഡലിയും മുട്ടക്കറി ഒന്നും ചേരില്ല. ഇഡ്ഡലിയുടെ കൂടെ ചേരുന്നത് അത് ശക്തമായി വിയോജിപ്പ് രേഖപ്പെടുത്താണ്. പക്ഷേ ആ ചേച്ചി പറയുന്നത് ഹാഷ്മിക്ക് അത് വേണം. ചേച്ചി അതായിരുന്നു ഉണ്ടാക്കുന്നത്, ഇടിയപ്പവും മുട്ടക്കറി. ഇടിമുട്ടക്കറി സൂപ്പർ. ഇഡലിയുടെ പക്ഷേ മുട്ടക്കറി വേറെ ഒന്നിനെ പറ്റി ആലോചിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇഡലിയെ പറ്റി ആലോചിക്കേണ്ടത് നല്ല ചട്നിയും നല്ല സാമ്പാറും മാത്രം ഇഡലിയെ പറ്റി ആലോചിക്കുക. ഇഡലിയുടെ കൂടെ വേറെ ഒരു കോമ്പിനേഷനെ പറ്റി ആലോചിക്കുന്നതിനോട് ഞാൻ എന്റെ കടുത്ത വിയോജിപ്പ് അറിയിക്കാം. ഇഡലിയും ബീഫും നല്ല കോമ്പിനേഷൻ നമ്മുടെ PCR സനു പറയുന്നുണ്ട്. ഞാൻ അതിനോട് പക്ഷേ വ്യക്തിപരമായി ഞാൻ വിയോജിക്കുകയാണ്. ഇഡലിയുടെ കൂടെ സാമ്പാറും നല്ല ചട്നിയും പറ്റിയ നല്ല മുരിഞ്ഞൊരു വട, നല്ല മുരിഞ്ഞ വട. ഭരണഘടനാപരമായി സനൂപിന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിന് യോജിക്കുന്നു. പക്ഷെ അങ്ങനെ പൊറോട്ടയും ബീഫ് ആവാലോ, ഇഡലിയോട് ബീഫ് ചേർക്കണോ? പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മഞ്ഞപ്പട എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ ഈ സ്റ്റേഡിയം മഞ്ഞപ്പടയുടെ തറവാട് കൂടിയാണ്. മഞ്ഞപ്പടയുടെ ഹോം ഗ്രൗണ്ടാണ്. അതിന്റെ VVIP എൻട്രിയുടെ അത് കാണുന്നുണ്ട്. നമ്മുടെ മഞ്ഞപ്പടയുടെ കരുത്തന്മാരായ നേതാക്കന്മാർ, ധീരന്മാർ അങ്ങനെ അണിനിരം നിൽക്കുന്ന വലിയ ഫ്ലക്സ് ബോർഡ് കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അത് ചെറിയ കടമ വാക്കുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജന്റീനൻ ഫുട്ബോൾ AFA ഇങ്ങോട്ടേക്ക് ഒന്ന് വരണം, ഇങ്ങോട്ടേക്ക് ഒന്ന് വന്ന് നമ്മുടെ സ്റ്റേഡിയം കണ്ടൊന്ന് ബോധ്യപ്പെടണം എന്നൊരു കടമയുണ്ട്. പക്ഷേ നമ്മൾ പോയി കണ്ടു, സംസാരിച്ചു, അവർ ഓക്കെ പറഞ്ഞു, വരാമെന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചു. അപ്പോൾ അവർ വന്ന് അപ്പോൾ ആ കടമ്പ കൂടി കടക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ്. ഇഷ്ടം, പിന്നെ മെസ്സി ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എനിക്കറിയില്ല, ചിലരുണ്ടാവാം. പക്ഷെ എന്നാലും മെസ്സി ഫാൻസായ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. കേട്ടപ്പോ തൊട്ട് സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ എന്ന് പറയുന്ന അവസ്ഥയിലാണ്.